നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവളായിരിക്കും. അച്ഛനുള്ളപ്പോ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അയ്യോ, സമയം ഒരുപാടായി. അച്ഛൻ ഇറങ്ങട്ടെ മക്കളെ, ഒരുപാട് ജോലിയുണ്ട്. മാധവൻ സാർ എത്തിയ? അകത്തുണ്ട്. സാറേ. എന്താ ഫ്രാൻസിസേ? സാറേ, സഞ്ജയുടെ കാര്യത്തില് ഇപ്പൊ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കണോ? സാറിന് സാറിന്റെ ഡ്യൂട്ടി ആയിരിക്കും വലുത്, പക്ഷെ നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ കാര്യം കൂടി നോക്കണ്ടേ? ഗോപാൽജിക്ക് ആകെയുള്ള മകനെ അകത്ത് കിടക്കണേ. അവനെ വിട്ടുകിട്ടാൻ അയാൾ ഏതറ്റം വരെയും പോകും. സാറിന് എന്തെങ്കിലും പറ്റിയ സാറിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താവും? എന്താടോ, തന്റെ ഗോപാൽജിനെ കൊല്ലുന്നാണോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അയാളും മനുഷ്യനല്ലേ, സ്വന്തം ചോരയെ രക്ഷിക്കാൻ അയാളും ശ്രമിക്കില്ലേ? ഗോപാൽജിയുമായുള്ള വാശിയുടെ കാര്യം സാറൊന്ന് മാറ്റിവെച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് നമുക്ക് വലിയ വിഷയമാക്കണോ? ആ പയ്യൻ വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു കയ്യബ്ദം പറ്റി. ആ പെങ്കൊച്ചിനൊന്നും സംഭവിച്ചില്ലല്ലോ. അത് കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തിയതുകൊണ്ടല്ലേ? അതെ, ദൈവമാണ് സാറിന് അവിടെ എത്തിച്ചത്. ഇല്ലെങ്കിൽ മദ്യത്തിന്റെ ലഹരിയില് ഈ പാവം പയ്യന്റെ കയ്യിൽ നിന്ന് വലിയൊരു തെറ്റ് സംഭവിച്ചെന്നെ. ഇവൻ അവന്റെ തെറ്റിപ്പോ മനസ്സിലായി കാണും. വെറുതെ ഇവനെ ജയിലിൽ അയച്ച് പക പോക്കണോ? സാർ, സഞ്ജയന്റെ കാര്യത്തിൽ സാറിന്റെ അഭിപ്രായം എന്താ? താൻ വന്നേ. സഞ്ജയ് ചെയ്തത് ഒരിക്കലും മാപ്പർഹിക്കുന്ന തെറ്റല്ല. പക്ഷേ താൻ ഇത്ര വലിയ റിസ്ക് എടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അതെന്റെ സ്വാർത്ഥതയായിരിക്കാം. താൻ എന്റെ നല്ലൊരു സുഹൃത്താണ്. സഞ്ജയനെ രക്ഷിക്കാൻ ഗോപാലൻ തന്നെയോ തന്റെ കുടുംബത്തെയോ ഉപദ്രവിച്ചാൽ അതെനിക്ക് താങ്ങാൻ കഴിയില്ലടോ. സർ, അപ്പൊ നമ്മുടെ ഡ്യൂട്ടി? മാധവ, ഇത് നമ്മുടെ ജോലിയാടോ, ജീവിതമല്ല. നമുക്ക് വലുത് നമ്മുടെ കുടുംബമല്ലേ? പിന്നെ താൻ കഷ്ടപ്പെട്ട് അവനെ കോടതിയിൽ ഹാജരാക്കിയാലും ഗോപാലിനെ പോലുള്ള പണക്കാര് അവനെ പുല്ലുപോലെ ഇറക്കി കൊണ്ടുപോകും. എന്തിനാണ് ഇത്ര ആത്മാർത്ഥത? സാറേ, അരവിന്ദാക്ഷൻ സാറ് പറഞ്ഞാലും കാര്യമുണ്ട്. താൻ ഗോപാലിനോട് ഇങ്ങോട്ട് വരാൻ പറ. നമുക്ക് ഈ കേസ് സെറ്റിൽ ചെയ്യാം. യെസ്, വളരെ നല്ല തീരുമാനം സാറേ. ഞാൻ ഇപ്പൊ തന്നെ ഗോപാൽജി വിളിച്ച് അറിയിക്കാം സാറേ.
അവൻ സമ്മതിച്ചില്ലല്ലേ? ഗോപാൽജി എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? ഞാനൊരു കാര്യമേറ്റാൽ അത് നടക്കാതിരുന്നുണ്ടോ? മാധവൻ കേസ് പിൻവലിക്കാന്ന് സമ്മതിച്ചു. ആ ആദ്യം കുറെ കടുംപിടുത്തം കാണിച്ചെങ്കിലും ഞാൻ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ പുള്ളിക്കെല്ലാം മനസ്സിലായി. ഗോപാൽജി ഉടനെ ഇങ്ങോട്ട് വരാൻ നോക്ക്. ഞാൻ ഇപ്പൊ എത്താം. പിന്നെ മാധവൻ കാര്യമായിട്ട് എന്തെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊന്നും കുഴപ്പമില്ലടോ. ഇതെന്റെ മോന്റെ ഭാവിയുടെ കാര്യമാ. അതുപോലെ ഞാൻ കുറെ പാടുപെട്ടിട്ടാണ് മാധവനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തത്. അപ്പോ എന്റെ കാര്യം കൂടി സാറൊന്ന്. അതൊക്കെ തനിക്ക് കിട്ടൂടോ. ഉണർത്തിപ്പുണ്ടാരും. സാറേ, കാര്യം ഞാൻ ഗോപാൽജിക്ക് വേണ്ടി പല പരിപാടികളും ചെയ്തിട്ടുണ്ട്. എങ്കിലും സാറിനോടുള്ള കൂറ് എനിക്ക് അയാളോടില്ല. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഓരോ യൂണിഫോം ധരിക്കുന്നവരല്ലേ. സാറിന്റെ ഗുണത്തിന് പറയാ, ഇതിലും നല്ലൊരു അവസരം ലൈഫിൽ കിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്ര ചോദിച്ചാലും ഗോപാൽജി തരും. മകന്റെ കാര്യല്ലേ, അയാൾക്ക് വേറെ വഴിയില്ല. സാറിന്റെ ഇത്രയും വർഷത്തെ സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലമാണ് ഇപ്പൊ കിട്ടാൻ പോകുന്നത്. നന്നായിട്ട് ആലോചിച്ച് നല്ലൊരു തുക ചോദിക്കി. അത് കഴിഞ്ഞാൽ പിന്നെ വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്ത് സുഖമായിട്ട് ജീവിച്ചൂടെ? പിന്നെ കാശ് കിട്ടുമ്പോ എന്റെ കാര്യം മറക്കരുത്. ഞാനാണ് ഈ ഡീൽ നടത്തി തന്നത്. അതിന്റെ ഒരു ചെറിയൊരു കമ്മീഷൻ തരണം. അത് പിന്നെ പറയാനുണ്ടോ? ഗോപാൽജി വാ, സാറുണ്ട്. വൈകിയാണെങ്കിലും മാധവൻ സാറ് നമ്മുടെ ട്രാക്കിലേക്ക് വന്നല്ലോ. അത് തന്നെ ഭാഗ്യം. അല്ലേലും ഒരേ നാട്ടുകാരായിട്ട് നമ്മൾ എന്തിനാ ഇങ്ങനെ പരസ്പരം പോരടിക്കുന്നു? എനിക്കെപ്പോഴും സമാധാനത്തിന്റെ പാതയാണ് ഇഷ്ടം. എന്നിട്ടാണോ നീ ഗിരി എന്റെ വീട്ടിലേക്ക് അയച്ചത്? ഞാനോ? സാർ എന്തായി പറയുന്നത്? ആ ചെറുക്കന് വട്ട. അവന്റെ വിചാരം നിങ്ങളെല്ലാരും കൂടെ കൂടി അവന്റെ അച്ഛനെ കൊന്നെന്ന. അതുകൊണ്ട് പോലീസുകാരുമായിട്ട് ഉടക്കാൻ ഒരു കാരണം നോക്കി അവൻ നടക്കുക. സഞ്ജയുടെ വിഷയത്തിൽ നീ ഇടപെടണ്ട, അത് ഞാനും മാധവൻ സാറും കൂടെ സംസാരിച്ച് തീർത്തോളാമെന്ന് 1000 തവണ ആ പ്രാന്തനോട് പറഞ്ഞതാ. കേക്കണ്ടേ? സാർ അവന്റെ നേരെ എന്ത് ആക്ഷൻ വേണേലും എടുത്തു. ജാമ്യം എടുക്കാൻ പോലും എന്റെ ഭാഗത്തുനിന്ന് ആരും വരില്ല. അടിപൊളി. അവന്റെ കാര്യം കള സാറേ, നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം. ആയിക്കോട്ടെ. സാറിന് എത്ര പണം വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തരാം. ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ ഗോപാലൻ സാറേ. ഞങ്ങൾക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളും സ്വപ്നങ്ങളും മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. തന്റെ കാശൊന്നും എനിക്ക് വേണ്ട. കാശ് വേണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? സ്വർണ്ണായിരിക്കും അല്ല സാറേ? അതാവുമ്പോ ഒളിപ്പിക്കാൻ എളുപ്പമാണല്ലോ. അല്ല, എന്നാ സ്ഥലം വാങ്ങി കൊടുത്താൽ മതി. മക്കളുടെ പേരിലാവുമ്പോ അത് കണക്കി കാണിക്കുകയും വേണ്ട അല്ലേ സാറേ? അതും വേണ്ട.